പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേകിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. താൻ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്തുമെന്നും ആരാണ് അഭിഷേകിന് ആ താജ്മഹൽ കൊടുത്തത് എന്നുള്ള കാര്യം തനിക്ക് അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ദേവബാല മുന്നിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ അഭിഷേകിനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ദേവരാജൻ. എത്രയൊക്കെ തടഞ്ഞിട്ടും ദേവബാല തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് തൻ്റെ ജീവിതമാണ്, തൻ്റെ ഭർത്താവ് കൂടി ഉൾപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ കാര്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക തന്നെ ചെയ്യും. എനിക്ക് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ദേവരാജൻ. ഇതിനിടയിലാണ് തിരികെ വീട്ടിലേക്ക് ഇഷയെയും കൂട്ടിക്കൊണ്ട് അഭിഷേക് എത്തുന്നത്. അഭിഷേക് വിചാരിച്ചതുപോലെ ട്രിപ്പിൽ കാര്യങ്ങളൊന്നും നടന്നില്ല എങ്കിലും പക്ഷേ തിരികെ ഇഷയെ യാതൊരു പരിക്കുമില്ലാതെ എത്തിക്കുന്നതിനായി അഭിഷേകിന് സാധിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് അഭിഷേക് റാംമോഹനെ ചെന്ന് കാണുകയും റാംമോഹനോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്നുള്ള കാര്യം റാംമോഹൻ ചോദിച്ചതിനെ തുടർന്ന് ഏവറേജ് ട്രിപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അഭിഷേക്. മാത്രവുമല്ല കാര്യങ്ങളെല്ലാം നന്നായി മുന്നിലേക്ക് പോയി എന്നും പറയുകയും ചെയ്യുന്ന അഭിഷേക് ഇപ്പോൾ താൻ പുതിയൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് അറിയിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇഷ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ സമയം അഭിഷേകിനെ ഈ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഉറപ്പിക്കുന്ന ദേവരാജൻ ഫോൺ ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദേവരാജൻ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു. പക്ഷേ ഇഷ ഫോൺ അറ്റൻഡ് ചെയ്യുകയും മറുപടിയൊന്നും നൽകാതിരിക്കുകയും ചെയ്തത് തിരിച്ചടി ആയിരിക്കുകയാണ് ദേവരാജന്റെ പ്രതീക്ഷകൾക്ക്. ഒരു അർജന്റ് കാര്യം പറയാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് ദേവരാജൻ പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അഭിഷേകിന്റെ ഫോൺ ഇപ്പോൾ തൻ്റെ കയ്യിലാണ് ഉള്ളത് എന്നുള്ള കാര്യം തുറന്ന് പറയുകയാണ് ഇഷ. ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന കാര്യം അവനെ അറിയിക്കണം എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ ഉടൻ തന്നെ ഫോൺ കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ആദ്യമൊന്ന് മടിക്കുന്നുവെങ്കിലും കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇഷ ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ഫോൺ അഭിഷേകിന് വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ അഭിഷേക് ആരാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇഷ ഇതേ തുടർന്ന് ഏതോ ദേവരാജനാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്തായിരിക്കും കാര്യം എന്നറിയാതെ അഭിഷേക് ഭയപ്പെടുകയാണ്. ഉടൻ തന്നെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് എന്താണ് കാര്യമെന്ന് അഭിഷേക് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഒരു താജ്മഹലിന്റെ ഗിഫ്റ്റ് കിട്ടിയതിനെ തുടർന്ന് അതിൻ്റെ അന്വേഷണവുമായി ദേവബാല ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. അവളെ എത്രയും പെട്ടെന്ന് തന്നെ തടയണം. അവൾ ഓഫീസിലെത്തുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന ദേവരാജൻ അവൾ ആരാണ് നിനക്ക് ഗിഫ്റ്റ് നൽകിയത് എന്ന് കണ്ടെത്താനും ഗിഫ്റ്റ് നൽകിയ പെണ്ണിനെ തല്ലാനുമായിട്ടാണ് അവിടേക്ക് പോയിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഉടൻ തന്നെ ഓഫീസിലേക്ക് പാഞ്ഞെത്താൻ തീരുമാനമെടുക്കുകയാണ് അഭിഷേക്. മറ്റാരും അറിയാതെ വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാനെന്നും
കലേഷിന്റെ മുന്നിലെങ്ങാനും ദേവബാല വിടുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ദേവബാലയാകട്ടെ ഓഫീസിലെത്തിയതിനെ തുടർന്ന് ചെന്ന് കണ്ടുമുട്ടുന്നത് കലേഷിനെയായിരുന്നു. മാത്രവുമല്ല, കലേഷിനോട് എവിടെയാണ് അഭിഷേക് ഉള്ളത് എന്ന് ചോദിക്കുന്ന ദേവബാല അവനെ കാണാനാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന കലേഷ് അഭിഷേകിന്റെ ആരാണ് ദേവബാല എന്നുള്ള കാര്യം ചോദിക്കുന്നു. ഇതോടെ കണ്ടില്ലേ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് സത്യങ്ങൾ പറയുന്നതിനായി മുന്നിലേക്ക് ദേവബാല തയ്യാറാകുമ്പോഴാണ് ഓടിക്കിതച്ചുകൊണ്ട് അഭിഷേക് അവിടെ എത്തുന്നതും ദേവബാലയോട് തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതോടെ ആദ്യം അടിക്കുന്ന ദേവബാല അഭിഷേക് വിളിച്ചതിനെ തുടർന്ന് ഒടുവിൽ കൂടെ പോകുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു. ഒടുവിൽ ദേവബാലയോട് വെറുതെ ഓഫീസിൽ എൻ്റെ ഇമേജ് കളയരുത് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് എൻ്റെ ജോലിയെ ബാധിക്കുമെന്നും നീ ഒരു തവണ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് എനിക്ക് രാജിവെച്ച് ഇവിടേക്ക് വരേണ്ടി വന്നത് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ ആ ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞ് തരാമെന്ന് വ്യക്തമാക്കുന്ന അഭിഷേക്, നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു കേസും ഇതിന് പിന്നിലില്ല എന്ന് അറിയിക്കുകയാണ്. ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ദേവബാലയെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുന്നതിനായി അഭിഷേകിന് സാധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കലേഷ് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എന്തോ ചുറ്റിക്കളിയുണ്ട് എന്ന് ഉറപ്പിക്കുകയും സത്യങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തുക തന്നെ വേണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ കലേഷിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് അഭിഷേക് ശ്രമിക്കുന്നത്. മാത്രവുമല്ല, അഭിഷേക് ആലോചിക്കുകയാണ് കലേഷ് എത്ര വലിയ വിഷമാണ് എന്നുള്ള കാര്യം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.